വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം പല ഡേയ്സിലായിട്ട് എടുത്ത വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. എൻ്റെ ട്രാവലിങ്ങും ഷോപ്പിങ്ങും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാവേ. ഇതെന്ത് ജ്യൂസാണെന്ന് മനസ്സിലായവരൊന്ന് കമൻ്റ് ആക്കണേ. ഞാൻ ഓൺലൈനിൽ നിന്നൊരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഒരു 300-400 ഈ ഒരു റേറ്റിൻ്റെ ഇടയിലാണ് കിട്ടിയത്. അപ്പം ഈ ഒരു റേറ്റിന് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയത്. അതിൻ്റെ പാറ്റേൺ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടേ. ഞാനൊരു എലാസ്റ്റിക് വരുന്ന ടൈപ്പാണ് നോക്കിയത്. ബെറ്റർ ക്വാളിറ്റി തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്ത് കണ്ടൻറ്റാണ് ഇഷ്ടമെന്നൊന്നും. അപ്പം ഇഷ്ടമായവരൊന്ന് കമൻ്റ് ആക്കണേ. എൻ്റെ ഷോർട്സിൽ ചെയ്തിരിക്കുന്ന എല്ലാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പം അതിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനൊക്കെയായിട്ടും വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇടാൻ സ്റ്റോപ്പ് ചെയ്തപ്പം അത് അതേ പണക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല, നോക്കാം നമുക്ക്. സ്കാൻഡ് ചെയ്യുന്ന റെഡ് വെൽവെറ്റ്, അവക്കാഡോ, ഫെറാറോ ഇതെല്ലാം കുറേ ട്രൈ ആക്കിയിട്ടുണ്ട്. എല്ലാം നല്ലതായിരുന്നു. സെയിം ഫ്ലേവറിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ വർക്കലയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ പോയിട്ടുള്ള അത്ര തിരക്കോ ഫോറിനേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മഴേൻ്റെ ടൈമായിരുന്നു. അപ്പം വെള്ളമൊക്കെ കയറുന്നതുകൊണ്ടായിരിക്കും ബീച്ചിലേക്കൊന്നും അധികം ഇറക്കുന്നില്ലായിരുന്നു. പക്ഷേ പോയിട്ട് വരാൻ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ. ആദ്യമേ ലോങ് വീഡിയോയിട്ട് ബോറാക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. അവിടെ നിന്ന് തിരിച്ച് നേരെ വന്നത് കാവയിലേക്കാണ്, പള്ളിമുക്ക്. അവിടെ വന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും ഇട്ട് നല്ലൊരു ഡേ ആയിരുന്നു. കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിപ്പോർട്ട് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഷോറൂമിലേക്ക് പോയി. അവിടെ സാറിനെ കാണുമായിരുന്നു. അങ്ങനെ പോയി അന്നത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ് ഇത്, തനി മലയാളി. അപ്പം അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.